നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നുകൊടുത്തു. എന്നാൽ ട്രംപ് വിടുന്നില്ല. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ ഉപരോധം തുടരുമെന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. ഇറാൻ തുറമുഖങ്ങളിൽ നിന്ന് പുറത്തേക്കോ തിരികെ ഇറാൻ തുറമുഖങ്ങളിലേക്കോ ഒരു വാണിജ്യ കപ്പലുകളും അടുക്കാൻ അനുവദിക്കില്ല. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് ഇറാൻ US പ്രതിനിധി സംഘം വീണ്ടും ഈ വരുന്ന തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 21 വരെയാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന താൽക്കാലിക വെടിനിർത്തൽ. ബുധനാഴ്ചയ്ക്കകം ഒരു പൂർണ്ണ വെടിനിർത്തൽ കരാറിലെത്തിയില്ല എങ്കിൽ ബുധനാഴ്ചയോടെ പൂർണ്ണ യുദ്ധം ആരംഭിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേലും ലെബനനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിലെത്തിയത്. ഇപ്പോൾ ഇറാൻ പറയുന്നു വരുന്ന 10 ദിവസത്തേക്ക് ഹോർമുസ് കടലിടുക്ക് തങ്ങൾ പൂർണ്ണമായി തുറന്നു കൊടുക്കുമെന്ന്. ഹോർമുസ് കടലിടുക്ക് തുറക്കും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടും ആശങ്കകൾ ഒഴിയുന്നില്ല. അമേരിക്കൻ ഉപരോധത്തിൽ ഒരുവിധ വിട്ടുവീഴ്ചയുമില്ല എന്ന ട്രംപിന്റെ നിലപാടാണ് ഇപ്പോൾ ഇറാനെ പരുങ്ങലിലാക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അരാക്ചിയാണ് ഇക്കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്കിലുള്ള ഇറാന്റെ നിയന്ത്രണങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ചത്. ഇതോടെ ഇറാനിൽ വലിയ പ്രതിഷേധമാണ് വിദേശകാര്യമന്ത്രിയുടെ നേർക്കുയരുന്നത്. ഇറാൻ മാധ്യമങ്ങൾ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തുന്നു. വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ച നയം പുനഃപരിശോധിക്കണമെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇറാനിലെ വിദ്യാർത്ഥി സംഘടനകളും ഇപ്പോൾ പ്രക്ഷോഭവുമായി രംഗത്തെത്തി. ശത്രുവിന്റെ താൽപ്പര്യങ്ങൾക്ക് ഇറാൻ വഴങ്ങരുത് എന്നാണ് അവർ ഉയർത്തുന്ന ആവശ്യം. ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും ഇപ്പോൾ കടുത്ത വിയോജിപ്പാണ് ഈ നിലപാടിനോട് പുലർത്തുന്നത്. ഇറാൻ ഭരണകൂടം ഇപ്പോൾ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത സമ്മർദ്ദം. ഒരു വശത്ത് അമേരിക്കയും ട്രംപും കട്ടയ്ക്ക് നിൽക്കുന്നു. മറുവശത്ത് ഇറാൻ ചില വിട്ടുവീഴ്ചകൾ പ്രഖ്യാപിക്കുന്നുവെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുകൂല മനോഭാവം പ്രകടിപ്പിക്കുന്നില്ല. 10 ദിവസത്തേക്കാണ് ഹോർമുസ് കടലിടുക്ക് തുറന്നത് എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. മറുവശത്ത് ട്രംപ് പറയുന്നത് ഇറാൻ ഹോർമുസ് തുറന്നത് എന്നേക്കുമായെന്ന്. ട്രംപ് 1 മണിക്കൂറിൽ 7 കാര്യങ്ങൾ പറഞ്ഞുവെന്നും ആ 7ഉം തെറ്റാണ് എന്നും ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഖിർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇസ്രയേൽ ലെബനൻ വെടിനിർത്തൽ പ്രാബല്യത്തിലുള്ള 10 ദിവസത്തേക്ക് മാത്രമാണ് ഹോർമുസ് കടലിടുക്ക് തങ്ങൾ തുറന്നത്. ഇറാനെതിരായ ആക്രമണത്തിലും ചർച്ചയിലും US പരാജയപ്പെട്ടുവെന്നാണ് ഇറാനിയൻ സ്പീക്കർ പറയുന്നത്. വിചിത്രമായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ പട്രോളിംഗ് നടത്താൻ തങ്ങൾ ഒരുക്കമാണ് എന്ന് UK പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ പട്രോളിംഗ് നടത്താനുള്ള സമ്മതം അറിയിച്ചു. എന്നാൽ ഉപയോഗശൂന്യമായ ഇത്തരം പ്രവർത്തനങ്ങൾ ഇനി വേണ്ട എന്നതാണ് ട്രംപിന്റെ നിലപാട്. ഏറ്റവും നിർണായക വേളയിൽ ഞങ്ങൾ നിങ്ങളോടൊരു സഹായം അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ബ്രിട്ടൻ തയ്യാറായില്ല. ഇറാൻ ജലപാത ഇപ്പോൾ പൂർണ്ണമായും തുറന്നിട്ടിരിക്കുന്നു. പിന്നെന്തിനാണ് അവിടെ ഇപ്പോഴൊരു പെട്രോളിംഗ്? ഇമ്മാനുവൽ മക്രോണും UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമൊക്കെ അവസരത്തിനൊത്ത് കളിക്കുകയാണ് എന്ന് ട്രംപ് പരിഹസിച്ചു. ഹോർമുസ് കടലിടുക്ക് തങ്ങൾ തുറന്നിടുന്നു എന്ന ടെഹ്റാൻ പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത ഭാഷയിൽ യൂറോപ്യൻ രാജ്യങ്ങളെ പരിഹസിക്കുന്നത്. ടെഹ്റാൻ ഹോർമുസ് കടലിടുക്ക് തുറന്നിട്ടപ്പോൾ നിങ്ങൾ എന്തിനാണ് അങ്ങോട്ടേക്ക് ആയുധങ്ങളുമായി സൈന്യത്തെ ഇപ്പോൾ അയക്കുന്നത്? ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം അവസാനിപ്പിച്ചപ്പോൾ ഇപ്പോൾ നാറ്റോ സഖ്യരാജ്യങ്ങൾ ചേർന്ന് അമേരിക്കയ്ക്കൊരു ഫോൺ കോൾ. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം വേണോ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപായ തന്നോട് ചോദിച്ചിരിക്കുന്നത് എന്ന് ട്രംപ് പറഞ്ഞു. കപ്പലുകളിൽ എണ്ണ കയറ്റാൻ മാത്രമായി ഒരു കൂട്ടർ വന്നിരിക്കുന്നു. അവരെ ആവശ്യമുള്ളപ്പോൾ അമേരിക്കയ്ക്ക് അവർ വെറും ഉപയോഗശൂന്യമായിരുന്നു. ഇറാൻ ഇനി ഒരിക്കലും ഹോർമുസ് കടലിടുക്ക് അടയ്ക്കില്ല എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് ആവർത്തിച്ചു പറയുന്നത്. ട്രംപിന്റെ പല പ്രഖ്യാപനങ്ങളും ഇറാൻ നിഷേധിക്കുന്നുവെങ്കിലും ഒടുവിൽ കാര്യങ്ങൾ എത്തിച്ചേരുന്നത് അവിടേക്ക്. ഇറാനുമായുള്ള നമ്മുടെ ഇടപാട് 100% പൂർത്തിയാകുന്നതുവരെ അമേരിക്ക സ്വന്തം നാവിക ഉപരോധവുമായി ഹോർമുസ് കടലിടുക്കിലുണ്ടാവും എന്ന് ട്രംപ് പറയുന്നു. കടലിടുക്ക് എങ്ങനെ വീണ്ടും തുറക്കാം എന്ന് ചർച്ച ചെയ്യുന്നതിനായി 49 നേതാക്കളാണ് പാരീസ് ഉച്ചകോടിക്കായി ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത്. അതിനെ കണക്കറ്റ് ട്രംപ് പരിഹസിക്കുന്നു. ഒടുവിലിപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഒരു സംയുക്ത പ്രഖ്യാപനവും പുറത്തുവന്നു. ലോകത്തിന് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കേണ്ടതുണ്ട്. നാവിഗേഷൻ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനായി UK ഒരു ബഹുരാഷ്ട്ര ദൗത്യത്തിന് നേതൃത്വം നൽകുമെന്നും കെയർ സ്റ്റാമർ പ്രഖ്യാപിച്ചു. ഇറാൻ ജലപാതയ്ക്ക് കുറുകെ വെള്ളത്തിനടിയിൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് IRGC നേരത്തെ പറഞ്ഞത്.
ഇപ്പോൾ അവ നീക്കം ചെയ്യുകയാണ് എന്ന് ട്രംപ് പറയുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഇനി ഭാവിയിലും ഇറാന് ടോൾ പിരിക്കാം എന്ന ആഗ്രഹം വേണ്ട എന്നാണ് ട്രംപ് പറയുന്നത്. ഹോർമുസിൽ ഒരുവിധ നിയന്ത്രണവും ഇനി ഇറാന് നൽകില്ല. ഇറാന്റെ ആണവ അവശിഷ്ടങ്ങൾ അമേരിക്ക പിടിച്ചെടുക്കുമെന്നാണ് വീണ്ടും ട്രംപ് ആവർത്തിക്കുന്നത്. ഇറാന്റെ കൈവശമുള്ള യുറേനിയം ഉൾപ്പെടെയുള്ള ആണവ അവശിഷ്ടങ്ങൾ പിടിച്ചെടുക്കുമെന്ന തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല. ഇറാന്റെ കൈവശമുള്ള യുറേനിയം ഉൾപ്പെടെയുള്ള ആണവ അവശിഷ്ടങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോൾ ഇതെങ്ങനെ സാധ്യമാകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കയുടെ B-2B ബോംബർ വിമാനങ്ങൾ നടത്തിയ സൈനിക നീക്കങ്ങളുടെ ഫലമായി രൂപപ്പെട്ട ഈ ആണവ അവശിഷ്ടങ്ങൾ കൈമാറുന്നതിനായി യാതൊരുവിധ പണമിടപാടും നടത്തില്ല എന്ന് ട്രംപ് ആവർത്തിക്കുന്നു. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെയാണ് ട്രംപ് ആണവ അവശിഷ്ടങ്ങൾ എന്ന് പരിഹസിച്ച് വിളിക്കുന്നത്. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഇറാൻ നൽകുന്ന സാമ്പത്തിക സഹായം നിർത്തലാക്കുമെന്ന് ഇറാൻ തങ്ങളെ അറിയിച്ചുവെന്നാണ് ട്രംപിന്റെ അടുത്ത പ്രഖ്യാപനം. ഇറാൻ എല്ലാത്തിനും സമ്മതിച്ചു എന്ന എയർഫോഴ്സ് 1 വിമാനത്തിലിരുന്ന് മാധ്യമപ്രവർത്തകരോട് ട്രംപ് വീമ്പിളക്കി. ഇറാനിൽ നിന്ന് കണ്ടെത്തുന്ന യുറേനിയം അവശിഷ്ടങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുവരും. കരാറിന്റെ ഭാഗമായി മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ US വിട്ടുകൊടുക്കുമെന്ന റിപ്പോർട്ടുകൾ ട്രംപ് നിഷേധിക്കുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന് US 10 സെന്റ് പോലും നൽകില്ല എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാനിൽ 60% ശുദ്ധത വരുത്തിയ സമ്പുഷ്ടീകരിച്ച 900 പൗണ്ടിലധികം യുറേനിയമുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. ഒരു വശത്ത് വെല്ലുവിളി, മറുവശത്ത് അവസരങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടുകൊണ്ടുള്ള ചർച്ച. ദ്വിമുഖ തന്ത്രമാണ് പലപ്പോഴും ട്രംപ് പുറത്തെടുക്കുന്നത്. സമ്പുഷ്ടീകരിച്ച് യുറേനിയം വിട്ടുകിട്ടണമെങ്കിൽ $1.5 ലക്ഷം വേണമെന്ന ആവശ്യം ഇറാൻ ഉന്നയിച്ചുവെന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. മിഡിൽ ഈസ്റ്റിലുടനീളം ഇപ്പോൾ 2 വെടിനിർത്തലുകളാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ, മറുവശത്ത് ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ. യുദ്ധത്തിന്റെ ആരവം ഒന്ന് മങ്ങി നിൽക്കുന്നു, മറുവശത്ത് വലിയ ആരവം ഉയർന്നു കേൾക്കാം, വീണ്ടും ഒരു യുദ്ധകാഹളത്തിന്റെ. എന്നാൽ അതിനു മുൻപ് തിങ്കളാഴ്ച തന്നെ ഇസ്ലാമാബാദിൽ വെച്ച് ഒരു പൂർണ്ണ സമാധാന കരാർ. ഇറാനും സാഹചര്യങ്ങളെ ഭയപ്പെടുന്നുവെന്ന് വ്യക്തം. അതുകൊണ്ടാണ് ഹോർമുസ് കടലിടുക്ക് അവർ പൂർണ്ണമായി തുറന്നുവെന്ന് പ്രഖ്യാപിച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെ അമേരിക്കൻ നാവികസേന ഇപ്പോൾ പെട്രോളിംഗ് നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ US സെൻട്രൽ കമാൻഡ് പലവട്ടം പുറത്തുവിട്ടു. ഹിസ്ബുള്ള തങ്ങളുടെ രാജ്യത്തേക്ക് മറ്റൊരു റോക്കറ്റ് കൂടി തൊടുക്കില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യം. അത് ഏറെക്കുറെ പൂർണ്ണമായി ഇസ്രയേൽ വിജയിച്ചു. ഓവർലാപ്പിംഗ് സംഘർഷങ്ങൾ എന്നാണ് യുദ്ധവിദഗ്ധർ ഇത്തരമൊരു സാഹചര്യത്തെ വിലയിരുത്തുന്നത്. എപ്പോഴും ഒരു യുദ്ധം നടക്കുമ്പോൾ മറ്റു ചില മേഖലകളിലേക്ക് യുദ്ധമുഖം തുറന്ന് തങ്ങൾക്ക് വേണ്ട നേട്ടം കൊയ്യാനുള്ള അതിസാമർഥ്യമാണ് ഇസ്രായേലിനെ പോലെയുള്ള ചില രാജ്യങ്ങൾ പുറത്തെടുക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇറാനിയൻ ഭരണകൂടത്തിനും ഒരു വെടിനിർത്തൽ കരാർ അനിവാര്യമാണ്. എന്നാൽ പരസ്പരം മുഖം രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. സമാധാന കരാർ പറയുമ്പോൾ എളുപ്പമാണെങ്കിലും അത് ഏറെ സങ്കീർണതകൾ ഉൾപ്പെടുന്നതാണ്. ലെബനൻ ഇസ്രായേൽ തർക്കത്തിന് പതിറ്റാണ്ടുകളുടെ ചരിത്രകഥയുണ്ട്. 1948 മുതൽ ഇസ്രായേലും ലെബനനും സാങ്കേതികമായ യുദ്ധത്തിൽ. പിന്നീട് 1985 മുതൽ ഈ യുദ്ധമുഖത്തേക്ക് ഹിസ്ബുള്ള കടന്നുവരുന്നു. ഇസ്ലാമാബാദിൽ 2ാം ഘട്ട ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മധ്യപൂർവേഷ്യയിൽ പിടിമുറുക്കാനിറങ്ങിയ ഇറാന്റെ സർവനാശമായിരിക്കും ലോകം കാണുക. കാരണം ഇറാന്റെ നടുവൊടിച്ചുകൊണ്ടുള്ള ഒരു കരാർ നേടിയെടുക്കുന്നതിൽ ട്രംപ് വിജയിക്കും എന്ന് യുദ്ധവിദഗ്ധർ പറയുന്നു. മറുവശത്ത് ഇസ്രായേലിനെ സംബന്ധിച്ച് നേട്ടങ്ങളുടെ ഒരു വലിയ ഘോഷയാത്രയാണിപ്പോൾ. ഹിസ്ബുള്ളയെ പൂർണ്ണമായി നിർവീര്യമാക്കി. മറുവശത്ത് ഹമാസ് ഇപ്പോൾ ഇല്ല എന്ന തലത്തിലെത്തി. ഹൂതികളുടെ ഭാഗത്തു നിന്നും പ്രകോപനമില്ല. ഇറാന്റെ കയ്യിലുള്ള ഒരു മാരകായുധം അത് ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണമാണ്. ആ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം വിടുവിക്കാൻ ട്രംപിന് സാധിച്ചാൽ ആ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് നേരെ വീണ്ടും ട്രംപ് വെല്ലുവിളി ഉയർത്തും. ഇടുങ്ങിയ ജലപാതയിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നതിന് പുതിയ പ്രോട്ടോകോൾ വേണമെന്നാണ് ഇറാന്റെ ആവശ്യം. അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന US. മറുവശത്ത് നാറ്റോയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഭയപ്പെടുന്നത് ട്രംപ് ഏതെങ്കിലും ഒരു വിധത്തിൽ ഹോർമുസ് കടലിടുക്കിന്റെ ഭാഗിക നിയന്ത്രണമെങ്കിലും ഇറാനെ ഏൽപ്പിച്ചാൽ അതിന്റെ തിരിച്ചടി നേരിടേണ്ടി വരിക തങ്ങൾക്കാവും എന്ന തിരിച്ചറിവാണ്. ചുരുക്കത്തിൽ ഇസ്ലാമാബാദിൽ തിങ്കളാഴ്ച ചർച്ചകൾക്കായി ഇറാൻ പ്രതിനിധി സംഘവും അമേരിക്കൻ പ്രതിനിധി സംഘവും ഒരു മേശയുടെ ഇരുവശത്തുമായി ഇരിക്കുമ്പോൾ മറുവശത്ത് ഇസ്രയേലിൽ നിന്നുള്ള ഫോൺ കോൾ അതാവും ഏറ്റവും നിർണായകമാവുക. ഇസ്രയേലിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു കളി അത് ഇസ്രയേൽ അനുവദിക്കത്തില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.